സൂപ്പർ കപ്പ് വാസ് ലിറ്ററലി മോർ ദാൻ ജസ്റ്റ് എ ഗെയിം. ഫിനാൻസ് മെയിൻ്റെനൻസിലാണെങ്കിലും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലാണെങ്കിലും ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഹായ്, എൻ്റെ പേര് ഉമറുൽ അൻഷിഫ്. എൻ്റെ പേര് ഷാദ്. എൻ്റെ പേര് മാലിക്. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ കറൻ്റ്ലി കാലിക്കറ്റ് അലയൻസിൽ FR പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ അലയൻസ് സൂപ്പർ കപ്പിൽ ഫുൾഹാം ടീമിന്റെ മാനേജറാണ് ഞാൻ. ഹെഡ് കോച്ചായിരുന്നു ഞാൻ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് ഓരോ പ്ലേയേഴ്സിന്റെ മേലും ഫൈനാൻഷ്യലി ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. ഓരോ പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യുമ്പോഴും എസ്റ്റിമേറ്റ് അവർക്ക് എത്ര എമൗണ്ട് വരെ പോകാന്നുള്ളതിന് ഞങ്ങളൊരു ആവറേജ് എമൗണ്ട് അവിടെ കണ്ടെത്തിയിരുന്നു. ആസ് എ കോച്ച് എന്ന നിലയ്ക്ക് ഓരോ കോച്ചിലും ഓരോ പ്ലേയേഴ്സിനും ആണെന്ന് എനിക്ക് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് ഓരോ പ്ലേയേഴ്സിനും നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓപ്ഷൻ തുടങ്ങിയതിന് ശേഷം ഓരോ പ്ലേയേഴ്സിനെ ഞങ്ങൾ ആവറേജ് വാല്യൂ വെച്ചതിനെക്കാട്ടിലും കൂടുതൽ വെച്ച് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ചില പ്ലേയേഴ്സിനെ ഞങ്ങൾ കുറഞ്ഞ വാല്യൂ വെച്ച് ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടി വന്നു. ഇത് രണ്ടും ഞങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും ഞങ്ങളുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റി. പിന്നെ ഓപ്ഷന്റെ സമയത്ത് ഞങ്ങൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന അതേ പ്ലെയറെ തന്നെ വേറെ ടീമും കൂടി നോക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്ലെയറിന് വേണ്ടി മാത്രം ഒരു ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെക്കാം. അതിൽ കൂടുതൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഡ്രോപ്പ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഒരു പ്ലെയറിനെ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ പ്ലെയറിന് കൂടുതൽ എമൗണ്ട് ചിലവായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ അതിൽ ഇമോഷണൽ കണക്ഷൻസ് ഒന്നും നോക്കിയിട്ടില്ല. ഇമോഷണൽ കണക്ഷൻസ് നോക്കുകയായിരുന്നെങ്കിൽ അത് നമ്മുടെ ടീമിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. സൂപ്പർ കപ്പിൽ തന്നെ നല്ല പ്രൗഡ് മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്ത പ്ലെയറിന്റെ അടുത്ത് നിന്ന് തന്നെ നല്ലൊരു പെർഫോമൻസ് കണ്ടപ്പോൾ പ്ലേയേഴ്സിനാണെങ്കിലും നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിരുന്നു. ആസ് എ കോച്ച് എന്ന നിലയ്ക്ക് എനിക്കാണെങ്കിലും നല്ലൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. സൂപ്പർ കപ്പ് വാസ് ലിറ്ററലി മോർ ദാൻ ജസ്റ്റ് എ ഗെയിം. അത് ഓപ്ഷൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഫിനാൻസ് മെയിൻ്റെനൻസിലാണെങ്കിലും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലാണെങ്കിലും ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ഓരോ മൂവ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് മൈൻഡെല്ലാം ഷാർപ്പാക്കി ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനമൊക്കെ എടുത്തിരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അലയൻസ് സൂപ്പർ കപ്പ് നല്ല അടിപൊളിയായിരുന്നു.